നമസ്കാരം. അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്താം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പേരും. ഞാൻ ഇപ്പം ആനച്ചാൽ മൂന്നാറടുത്ത് ആനച്ചാൽ എന്ന് പറഞ്ഞടുത്ത് താമസിക്കുന്നത്. ഞങ്ങളോട് നല്ല സുഖ സ്ഥലമാണ്, നല്ല ക്ലൈമറ്റും നല്ല രീതിയിലൊക്കെ ഉള്ള. പേര്? എൻ്റെ പേര് ചേറാടി ശിവൻ. ചേറാടി ശിവൻ, അതെ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ യുവാക്കൾ എന്ന സിനിമയുടെ ഭാഗമായത്? അതെന്നെ ഇവർ ക്ഷണിച്ചു, എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ കൊണ്ട് പണ്ട് ചെറുപ്പത്തിൽ ഒത്തിരി നാടകമൊക്കെ ആയിട്ടൊക്കെ നടന്നിട്ടുണ്ട്. അതെ. നാടകത്തിൽ അഭിനയിച്ചതിന് ശേഷം പിന്നെ സിനിമയോ അല്ലെങ്കിൽ പിന്നെ വേറെ തുറയിലേക്ക് മാറിപ്പോയി. പിന്നെ അതൊക്കെ വിട്ടിച്ച് വേറെ തുറയിലായിരുന്നു. കാരണം പിന്നെ ബിസിനസ്സായി, അങ്ങനെ അങ്ങോട്ട് മാറിപ്പോയി. സ്വന്തം നാട് ഉഴവൂര് എന്ന് പറയും. ഉഴവൂർ അറിയോ? കോട്ടയം. അവിടെ ഞങ്ങൾ താമസിച്ചിരുന്നതാണ്. ഇപ്പം ചേട്ടൻ്റെ മക്കളും ഒക്കെ ഉണ്ട് അവിടെ. കോളേജിൻ്റെ അടുത്ത് തന്നെയാണ്, കോളേജ് പള്ളി അതിൻ്റെ ഒക്കെ അടുത്ത് തന്നെയാണ്. നമ്മുടെ ഈ ഒരു യുവാക്കൾ എന്ന സിനിമയിൽ അഭിനയിച്ചപ്പോൾ അതിന്റെ ഒരു എക്സ്പീരിയൻസ് നാടകത്തിൽ നിന്ന് മാറി സിനിമയിലേക്ക് വന്നതാണ്. എങ്ങനെയുണ്ടായിരുന്നു ഒരു വ്യത്യാസം? തരക്കേടില്ലായിരുന്നു, നല്ല രീതിയിലായിരുന്നു. എല്ലാവരും ഒക്കെ ആയിട്ട് നല്ല സഹകരണം, നല്ല രീതിയിലുള്ള ഇതായിരുന്നു. എല്ലാവരും നല്ല അഭിനയമാണെന്നും പറഞ്ഞു. പിന്നെ ഇപ്പം ഇങ്ങനെ ഈ സമയത്ത് ഇങ്ങനെ കിട്ടിയ സന്തോഷമുണ്ട്. അതിനകത്ത് പൈലി എന്ന് പറഞ്ഞൊരു ക്രിസ്ത്യാനി മുതലാളിയായിട്ടാണ്. അപ്പോൾ എൻ്റെ മക്കള്, എനിക്ക് കുറേ എസ്റ്റേറ്റുകളുണ്ടായിരുന്നു. മക്കളുടെയൊക്കെ പ്രശ്നം കൊണ്ടത് കുറേ വിറ്റ് പോകേണ്ടതാണ്. ഇപ്പം മക്കൾക്ക് തിരിച്ചു വേണമെന്ന് പറഞ്ഞിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. അതിനുള്ള ാണ് എൻ്റെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ. അതെ അതെ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്ന ഒരു ക്യാരക്ടർ ചെയ്തപ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് എനിക്ക് സാധാരണ രീതിയിൽ പോലെയുള്ളത്. കാരണം ചെറുപ്പത്തിൽ ഹരിചന്ദ്ര മഹാരാജാവ് അങ്ങനെ പലതും ഒത്തിരി ഒക്കെ നടത്തിയ കാരണം വലിയ പ്രശ്നം ഉണ്ടായിട്ടും തോന്നിയില്ല. ഏതായാലും മറ്റാർക്കൊന്നും രണ്ടാമതൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. എല്ലാ ആദ്യത്തെ തന്നെയൊക്കെ സംഗതി ശരിയാണ്. അതെ, അത് ഗുണമുണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അല്ല, ഇതിനു മുമ്പൊരു പടം പിന്നെ തലശ്ശേരി വെച്ച് നടന്നത്. അപ്പം എന്താന്നൊക്കെ ചോദിച്ചാൽ ഒരു വിവരവുമില്ല. അതെ, രണ്ടാമത്തെ സിനിമയാണ്. നാടകത്തിൽ എന്ന് പറഞ്ഞാൽ അന്നേരം തന്നെ അത് ജീവനുള്ള ഓഡിയൻസ് ഇവിടെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ അവരെ സൂചിപ്പിക്കുക, അവർക്ക് രസകരമായൊരു ഡയലോഗുകൾ പിന്നെ പുസ്തകത്തിലുള്ള അല്ലാതെ തന്നെ നമ്മൾ സ്വയം ചിലത് ചേർത്തൊക്കെ പറയും. അപ്പോൾ അവർ ചിരിക്കാൻ സന്തോഷപ്പെടുകയും കയ്യൊക്കെ അടിക്കുകയൊക്കെ ചെയ്യും. പുസ്തകത്തിലുള്ള ഡയലോഗ് വേറൊന്ന്. അങ്ങനെ സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഉള്ള ഒരു നാടകത്തിൽ നിന്ന് മാറിയപ്പോൾ എന്താ തോന്നിയത്? എളുപ്പമായിരുന്നോ അതോ? അല്ല, എനിക്കൊരു വ്യത്യാസം തോന്നിയില്ല. കുറെ കൂടെ എളുപ്പം ഇതായിട്ടാണ് തോന്നിയത്. എളുപ്പം. മറ്റേത് ഓഡിയൻസ് ഇരിക്കുകയാണ്. കാരണം ഇതിപ്പം ഓഡിയൻസ് ഒന്നും ഇല്ലാതെ നമ്മൾ പറയുമ്പോൾ അതിനുമില്ല തോന്നില്ല. അവരും തിരക്കില്ല, അവരും നല്ല അഭിനയങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങളൊരു കുടുംബമായിട്ട് എല്ലാവരുമായിട്ട് സഹകരിച്ച് ജോളിയായിട്ട് അങ്ങനെ കഴിച്ചു കൂടായിരുന്നു. ഇതിനു മുമ്പ് ഒരു പിന്നെ ആൽബം ഉണ്ടാക്കി, അതിലൊക്കെ ഞങ്ങൾ വലിയ ഇതായിട്ട് അതിനകത്തൊരു പിന്നെ നമ്പൂരി ആയിട്ടായിരുന്നു, നായരായിട്ട്. അപ്പോൾ പിള്ളേരൊക്കെ കൂടെ അവർ അമേരിക്കയിൽ അവിടെ ഇവിടെയൊക്കെ അവരെ കൂടെ ഓണത്തിന് വരുന്നു. ഓണസദ്യയൊക്കെ ഉണ്ടാക്കി അങ്ങനെ. അതെ, മനോഹരൻ. പുള്ളി നല്ല ഡീസൻ്റായിട്ട്, പക്കാ ഡീസൻ്റായിട്ടുള്ള നല്ല പാർട്ടിയാണ്. യുവാക്കളിപ്പോൾ ഈ ഞങ്ങളെ ഓണത്തിനോട് കൂടി റിലീസ് ചെയ്യണം എന്ന് ഓർത്തുകൊണ്ടായിരിക്കുന്നത്. അപ്പം അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഷൂട്ടിങ് ഇപ്പോൾ ഓരോ തരത്തിലുള്ള ഇത് ഈ ഡബ് ചെയ്യാൻ തന്നെ ആണെങ്കിലും എനിക്കിതിൻ്റെ ഇടയ്ക്ക് ഒരു ശ്വാസം മുട്ടലൊക്കെ ഉണ്ടായി. അപ്പോൾ അത് കാരണം അങ്ങനെ കുറേ താമസിച്ചു. എന്നാലും ഇനി അടുത്ത് തന്നെ ഈ ഓണത്തിന് അത് തീർച്ചയായിട്ടും ഇത് കാണേണ്ടതാണ്, അവരുടെ കണ്ടത് മനസ്സിലാക്കേണ്ടതാണ്. അത് നല്ല പ്രതീക്ഷയുള്ളത്. അഭിനയം ഇപ്പം വേറെ പകുതിയാക്കി വെച്ചിരിക്കുക ഞങ്ങൾ. പിന്നെ ഒരു ആദിവാസികളുടെ ഒരെണ്ണം അത് പകുതിയാക്കി വെച്ചിരിക്കും. അതെ, അത് തന്നെ. അതിൻ്റെ പകുതിയായിട്ട് അതിൽ മൂപ്പനായിട്ടാണ്.
എൻ്റെ പേര് ഞാൻ വിട്ടുപോയി, അതല്ല പകുതിയാക്കി വെച്ചിരിക്കുക. അത് ഈ കട്ടപ്പന ആ കാൽവരി മൗണ്ടിലൊക്കെ ആയിരുന്നു അതിൻ്റെ ഷൂട്ടിങ്. അപ്പൊ നമ്മള് കാണാൻ പോകുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? അവരിതൊക്കെ കണ്ട് കാണുക എന്നുള്ള കുറവല്ലേ, കണ്ടു കഴിയുമ്പോൾ പലതും മനസ്സിലാക്കാനൊക്കെ ഉള്ള അവസരമുണ്ട്. എന്തായാലും യുവാക്കൾ ഇറങ്ങുമ്പോൾ ഒരു വൻ വിജയമാവട്ടെ. തീർച്ചയായും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മൾ നിങ്ങളുടെ ആശീർവാദാനുഗ്രഹങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും 100% വിജയിച്ചിരിക്കും. ശരി. ശരി.